എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വാഴ്ചത്തെയും ബുധനാഴ്ചത്തെയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഒന്നും തന്നെ ചെയ്യാതിരുന്നൊരു ദിവസമായിരുന്നു. ഭയങ്കര മൂഡ് ഓഫായിട്ട് ഞാനും പപ്പ ഇരുന്ന ദിവസമായിരുന്നു. കാരണം തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പണിക്കാരനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പണികൾ കൂടുതൽ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. പണിക്കാരെ ലീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ചയച്ച് വെച്ചൊന്ന് ഫ്രീ ആകാനായിട്ട് പറ്റണില്ല. പപ്പയാണെങ്കിലും ഭയങ്കര ടയേർഡുമാണ്, ഇവരുടെ കൂടെ നടന്നും നിന്നും. എന്നാലും ഒന്നും ആയിട്ടുമില്ല. ഏറ്റവും അവസാന ഭാഗമായപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളുടെ കൈക്ക് ഇത്തിരി പ്രശ്നമായി, അയാൾ ലീവ് എടുത്ത്. അങ്ങനെ നമ്മുടെ പണിയും പെൻഡിങ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മരത്തിൻ്റെ പരിപാടികൾ ഇത്രയും ആകും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം നീണ്ടു പോയേക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ തീർത്തിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും 2 പണിക്കാർ വരും എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കാനുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആദ്യം ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കി. നമ്മളുടെ റവ കുറേ അധികം ഉണ്ടല്ലോ, അപ്പോൾ അത് തീരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് ഇത്തിരി നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഒക്കെ അടുക്കള ചാനലിൽ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു നെയ്യപ്പം. ഇപ്പോൾ അത് ചെയ്ത് കാണിച്ചാൽ എനിക്ക് തന്നെ പറ്റിയല്ല എന്നുള്ള ഒരു വിഷമമായിപ്പോയി ഇന്നത്തെ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ഈ നെയ്യപ്പത്തിൻ്റെ കാര്യം മറന്നിരിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ഇങ്ങനെ ചേച്ചിയുടെ ഞാൻ ചോദിക്കാൻ പറയും, നീ നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ നെയ്യപ്പത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നിരിക്കണത്, അന്നേ പിന്നെ അത് ഉണ്ടാക്കിക്കളയാ എന്നും പറഞ്ഞ് തുടങ്ങിയ പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് ഇത് വീറ്റ് പൗഡറും കൂടിയിട്ട് ചേർത്തിട്ട് ഇത്തിരി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി 1 കപ്പ് ശർക്കര പാനി നേരെ ചൂടോട് കൂടിയിട്ട് അങ്ങനെ ഇതുമേലാണ് എനിക്ക് പണി പറ്റിപ്പോയത്. ശർക്കര പാനി നല്ല കട്ടിക്കുള്ളതായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി ലൂസായിട്ടുള്ള ശർക്കര പാനി ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ശർക്കര പാനി നല്ല കട്ടിക്കിരിക്കണുണ്ടെങ്കിൽ ഇനിയും ശർക്കര പാനി വെച്ച് ലൂസാക്കരുത്, ഭയങ്കര മധുരമായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനോട് വെച്ചിട്ടുണ്ട്. അത് നേരെ ചൂടോട് കൂടി ഒഴിക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടണത്. അപ്പോൾ അങ്ങനെ ഇത് കലക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി കുറവുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ചൂടാക്കിയത് ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുത്ത് ഇത്തിരി എള്ളും കൂടി ഇട്ടിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ അവിടെ ഇത് കായാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ശർക്കര ഇത്തിരി കട്ടിയായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി തെറ്റിയേക്കണമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ചുകൂടിയിട്ട് കട്ടിയിലാണ് ഇത് എടുക്കാനുള്ളത്. പിന്നെ ഇത്തിരി ഏലക്കയൊന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടാ. പിന്നെ ഇനി നമ്മുടെ ഉപ്പുമാവ് അവിടെ മൂടി വെച്ചിട്ട് ഏകദേശം തണുപ്പും അങ്ങനെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പപ്പക്ക് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് 2 പച്ചമുളക് ഞങ്ങൾക്ക് ഇങ്ങനെ കീറിയിട്ടേക്കണേണ്. അപ്പോൾ ആ ഒരു പച്ചമുളക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേസ്റ്റൊന്നുമില്ല. ബാക്കി ഇനി വേഗം വാരി കഴിക്കാം. അതുകൊണ്ട് ഞാനിങ്ങനെ പച്ചമുളക് കീറിയിട്ടിട്ട് അതെടുത്ത് അങ്ങോട്ട് മാറ്റി തന്നിട്ടാ. അപ്പോൾ പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പപ്പ ഒരു 9 മണി വരെ ഈ പണിക്കാരെ കാത്തു നിന്ന്. 8:30 മണിക്കാണ് പണിക്കാർ വരിക. പണിക്കാർ വന്നില്ല 8:30-ക്ക്. 9 മണി വരെ പപ്പ കാത്തു നിന്നിട്ട് പിന്നെ നമ്മുടെ കോൺട്രാക്ടർ അച്ഛനെ വിളിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാനും അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ അവർ രണ്ടാളും ഫോൺ എടുക്കണില്ല. ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഒരുപാട് ദൂരത്ത് നിന്ന് അവൻ്റെ ചോറ്റാനിക്കരയിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കാനോ ഒന്നും പറ്റില്ല, കുറേ ദൂരമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ഒരു ഇതിലായി അച്ചു. അപ്പോൾ അച്ചു എപ്പോഴും പറയും, ഈ പണിയെല്ലാം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ഇത് അത്രയും ബുദ്ധിമുട്ട് ആണ് ഈ ഒരു പെയിൻറ്റിങ് വർക്ക് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. പണിക്കാർ സ്ഥിരമായിട്ട് വന്നില്ലെങ്കിൽ കോൺട്രാക്ടർക്കാണ് വഴക്ക് കേൾക്കുക, കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഒന്നില്ലെങ്കിൽ ഇവരെയൊക്കെ മാറ്റിയിട്ട് പുറത്തുനിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികളെ എടുത്തിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഒഴിവാക്കിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. ഇവർ ലീവ് എടുത്ത് കളയും, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ലീവ് എടുത്ത് കളയും, പണി പെൻഡിങ്ങിലാവും. അപ്പോൾ അങ്ങനെ അച്ഛനും ഭയങ്കര വിഷമമായിട്ടിരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ പണി തീർത്ത് നമ്മളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാനാണ് അച്ഛനും വിചാരിച്ചിട്ടുണ്ടാകുന്നത്. ഒരുപാട് സ്ഥലത്ത് പണിയുമുണ്ട്, എല്ലാം കൂടി പുള്ളിക്ക് നടക്കണമില്ല. അങ്ങനെ പുള്ളിയും ആകെ അസ്വസ്ഥനാണ്.
ഇപ്പം മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും, ലീവ് എടുക്കണം. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും ലീവ് ജോലിക്കൊന്നും പോകാനൊന്നും പറ്റില്ല. എന്തായാലും അവർക്ക് ലീവ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷെ അത് നമ്മളോട് പറയണം എന്നുള്ളതാണ്, നേരത്തെ മുന്നേ അറിയിക്കുക. ഇതങ്ങനെയല്ല, വരുമെന്ന് പറഞ്ഞിട്ട് വരാതെ കഴിയുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല, അങ്ങനത്തേക്ക് ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പം അങ്ങനെ നമ്മളുടെ പണി പെൻഡിങ്ങിലായതുകൊണ്ട് ഞാനും പപ്പയും ഭയങ്കര നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. കാരണം വീട് മുഴുവൻ പൊടിയാണ്, നമുക്കൊന്ന് ക്ലീനാക്കി ഇടാനൊന്നും പറ്റണില്ല. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തുടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊടി പറന്ന് കയറി മുകളിൽ നിന്നൊക്കെ എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണല്ലേ. അപ്പം നമുക്ക് മൊത്തം ഇങ്ങനെ ഒരു പൊടിയുടെ നടുക്കിരിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു നെയ്യപ്പം ഫ്ലോപ്പായി പോയി എങ്കിൽ തന്നെയും നല്ല ടേസ്റ്റുള്ളൊരു നെയ്യപ്പം ഉണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ പണിക്കാരെ വിളിച്ച് പണിക്കാർ ഫോൺ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, അത് ഇങ്ങനെ ഈ ബസ് പിടിച്ചൊക്കെ വരും എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്ത്, ഒരു 10:30 മണി വരെ വെയിറ്റ് ചെയ്ത് വന്നില്ല. പിന്നെ എനിക്ക് പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം, പപ്പക്കാണ് ഒന്നും ചെയ്യാനില്ലാത്തത്. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും പപ്പക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ അടുക്കി പെറുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പപ്പ ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളിങ്ങനെ മൂടി പുതപ്പിച്ചൊക്കെ ഇട്ടേക്കണല്ലേ, അതെല്ലായിടത്തും മാറ്റിയൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പണി തീരാതെ നമുക്ക് അതിൽ തൊടാനും പറ്റില്ല. അതുകൊണ്ട് പപ്പ ആകെപ്പാട് ഒരു അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യാനും ഒക്കെ ഉണ്ട്. അത് പപ്പ തന്നെ ഓടുകയും ചെയ്യണം, വേറെ ഒരാളുമില്ല ഓടാനായിട്ട്. അപ്പോൾ പപ്പക്ക് അങ്ങനെയുള്ള കുറേ ടെൻഷനുകളൊക്കെ മനസ്സിലുണ്ട്, എല്ലാം പപ്പ തന്നെ ചെയ്യണ്ടേന്നുള്ളത്. അപ്പോൾ പപ്പയുടെ കണക്ക് കൂട്ടലുകളൊക്കെ പപ്പക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ, എൻ്റെ അടുത്ത് പറയുകയും കൂടിയില്ല. അപ്പം ഇങ്ങനെ പപ്പ ഓരോന്നേ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന ദിവസം ഇത് കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പം അത് മൊത്തത്തിൽ അങ്ങോട്ട് പോകണേ, പപ്പ കണക്കൂട്ടിയ കാര്യങ്ങൾ മൊത്തത്തിൽ പോകണേ. അപ്പം അങ്ങനെയാണല്ലോ മനുഷ്യജീവിതം, കണക്കുകൂട്ടലുകൾ തെറ്റുക എന്നുള്ളതാണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകത. കണക്കുകൂട്ടലുകളെല്ലാം കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല, അത് മറ്റൊരു സത്യമാണ്. ഇപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അനുഭവിച്ച് പിന്നെ അതൊക്കെ മാറി നമ്മൾ ഒന്ന് സ്വസ്ഥമായി അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരു ജീവിതം മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിൽ പപ്പക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കൂല കേട്ടോ. ഇതൊക്കെ ഞാൻ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതൊന്നും പപ്പക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെയൊക്കെ കേൾക്കണം. കറക്റ്റായിട്ട് പണിക്കാർ വരണം, അങ്ങനെയൊക്കെ തന്നെയാണ്. പപ്പയൊക്കെ ഭയങ്കര പങ്ക്ച്വലാണ്, എന്ത് കാര്യത്തിനും കറക്റ്റായിട്ട് ആ സമയത്ത് മുന്നേ എത്തും, അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരെയും അതുപോലെ കാണരുതെന്ന് ഞാൻ പറയും. മനുഷ്യരെല്ലാവരും പല ഇതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തേക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നാളെ 10 മണിക്ക് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂലേ, കറക്റ്റ് 10 മണിക്ക് പപ്പ കടയിൽ ചെല്ലും. അവർ കട തുറന്നിട്ടുണ്ടാവുള്ളൂ. അവർ വിചാരിക്കണത് നാളെ വന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നാൽ മതി. കാരണം നാളെ കാലത്തായിരിക്കുള്ളൂ അവർ ഈ സാധനം എടുത്ത് പണി തുടങ്ങണത്. ചിലപ്പോൾ ആ സമയത്ത് പപ്പ അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. പപ്പ അങ്ങനെ നാളെ വന്നോ എന്ന് പറയുമ്പോൾ രാവിലെ ചെല്ലരുത്, വൈകുന്നേരം ചെല്ലണം. എന്നാലാണ് അതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ വൈകുന്നേരമല്ലേ വന്നത്, ഇന്ന് വരാൻ പറഞ്ഞിട്ട് ഇത്രയും നേരം നമുക്ക് സമയം ഉണ്ടാകുന്നില്ലേ, ചെയ്യാൻ സാധിച്ചില്ലേ, നമുക്ക് ചോദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചെല്ലണം. ഈ ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുത്തേക്കൂലേ, അതൊക്കെ മേടിക്കാനായിട്ടൊക്കെ പോകുന്നതാണ്. എത്ര പറഞ്ഞാലും പപ്പ പിന്നെയും ആരെങ്കിലും ഇങ്ങനെ നാളെ വന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ അവിടെ എൻ്റെ മുന്നിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ രീതിയാണ് പപ്പടത്. അപ്പോഴാണ് പണിക്കാർ വരാതിരിക്കുമ്പോൾ പപ്പട അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ പണിക്കാർ വരാത്ത ഒരു ബുദ്ധിമുട്ട് ഇല്ലേ, പപ്പ ഏതായാലും പ്ലംബറിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് പ്ലംബിങ് പണിയുണ്ട്. അപ്പോൾ ആ പ്ലംബറിനെ വിളിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേ പിന്നെ ചായ ഇട്ടത് അങ്ങനെയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൻ്റെ കലിപ്പിലാണ് ചായ താഴേക്ക് പോയേക്കണത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ഭയങ്കര ഒരു അസ്വസ്ഥമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ആ ചായ നിലത്ത് പോയത്. അപ്പോൾ പപ്പക്കുള്ള ചായ കേട്ടോ കൊടുത്തത്, 2 ചായയും പിന്നെ 2 കടി കുട്ടനാണ് കൊടുത്തതെങ്കിൽ കുട്ടൻ ഒരെണ്ണേ കഴിച്ചോളൂ, കുട്ടൻ അങ്ങനെ കഴിക്കൂല. അപ്പോൾ കുട്ടൻ വന്നൊരു 2 മണിക്കൂറത്തെ പണിയിട്ട് കുട്ടൻ പോയിട്ടോ, അതെങ്കിലും ചെയ്ത് തീർത്തിട്ടും പോയി. അപ്പോൾ ഈ ഒരു കപ്പ് നമ്മൾ റൂബി കുഞ്ഞിന് വേണ്ടിയിട്ട് കൊടുത്തേക്കണ കപ്പാണ് കേട്ടോ. ഈ ഒരു കപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലേ, അവൾക്ക് നമ്മൾ മനുഷ്യർ കഴിക്കണ പോലെ കഴിക്കണതാണ് എപ്പോഴും ഇഷ്ടം. ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ അവൾക്ക് അത്ര ഒരു ഇഷ്ടമല്ല. എല്ലാവരും ചായയൊക്കെ കുടിക്കുന്ന കാണുമ്പോൾ അവൾക്ക് ഇതുപോലെ ചായ കുടിക്കണം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഒരു കപ്പാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ചായ കൊടുക്കാൻ പാടില്ല എങ്കിൽ തന്നെയും പാല്, അതായത് അധികം കടുപ്പില്ലാതെ പാല് കൂടുതലിട്ട ചായയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കട്ടെ. ആ കപ്പിൽ കൊടുക്കുമ്പോൾ അവളുടെ വിചാരം അവൾ മനുഷ്യനാണെന്നാണ് അവളുടെ വിചാരം. പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവൾ വിചാരിക്കുന്നത് അത് എനിക്കുള്ളതല്ല. അപ്പോൾ അത് മനുഷ്യരല്ലേ, അത്
മനുഷ്യനല്ലേ, ഞങ്ങളെയല്ലേ അവൾ കാണുക, അപ്പോൾ അവൾക്കും കപ്പിൽ കുടിക്കണം. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടൊരു കപ്പ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലങ്ങനെ അങ്ങോട്ട് കൊടുക്കും കേട്ടോ. ഇടക്ക് വല്ലപ്പോഴുമാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് വാരിയല്ലേ കൊടുക്കുക. അപ്പോൾ അവൾക്കതേ അറിയാൻ പാടില്ല. അവൾക്ക് ഇപ്പോഴും ചില സമയങ്ങളിലാണ് അവൾ കഴിക്കുക, അല്ലാതെ ഒറ്റക്ക് കഴിക്കണം, അല്ലാതെ ഒന്നും അവൾക്ക് കഴിക്കാനും അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നൊരു പണിയില്ലാത്തൊരു ദിവസമാണ്. എനിക്കും ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത, ഒരു പണിയും ഇല്ല ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും 2-3 തേങ്ങ അങ്ങോട്ട് പൊട്ടിക്കും, നാളത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് പപ്പ ഏതായാലും 3 തേങ്ങ പൊതിച്ചിങ്ങോട്ട് തന്ന് റയനെ കൊണ്ട് ഞാൻ പൊട്ടിപ്പിക്കണേണ്. അപ്പോൾ റയൻ ഇതൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് തന്ന് അത് ഞാൻ 3 തേങ്ങയും ചിരണ്ടി വെച്ച്. അപ്പോൾ നമ്മൾ തെങ്ങ് കയറിയിട്ടുണ്ടല്ലോ, പച്ച തേങ്ങയും 2 ഒരു ഉണക്കത്തേങ്ങയായിട്ടെടുത്ത്. അപ്പോൾ ഉണക്കത്തേങ്ങ നമുക്ക് വറുക്കാനൊക്കെ അതായിരിക്കും നല്ലത്, പച്ചത്തേങ്ങ എന്ന് പറയുമ്പോൾ പലഹാരത്തിന് അതായിരിക്കുള്ളൂ നല്ലത്. അങ്ങനെ അതിൻ്റെ തേങ്ങ വെള്ളം കൊണ്ടുവന്നിട്ട് എനിക്ക് തന്ന് അതൊക്കെ ഞാൻ കുടിച്ച് തേങ്ങയൊക്കെ ചിരണ്ടെടുത്ത്. അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ആ ഒരു നാക്കുണ്ടല്ലോ തേങ്ങ ചിരണ്ടണത്, അത് കുറച്ച് ഒരു എല്ലാ തേങ്ങയും പോരൂല. അപ്പം ഞാനങ്ങനെ കുറച്ച് ബാക്കി വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് അതിനകത്തുനിന്ന് വടിച്ചെടുത്ത് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു എനിക്കും പപ്പക്കും. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, ഇത് ബുധനാഴ്ചയാണ്. അപ്പോൾ ചോറൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കുറേ ചോറുള്ളത് ചൂടാക്കി വെക്കണേണ്, പിന്നെ കാപ്പിയൊക്കെ ഇട്ട്. പിന്നെ ഈ ഒരു സമയത്താണ് റിച്ചാർഡ് വിളിക്കുക കേട്ടോ. ഒരു 5:30 മണിയോട് കൂടിയിട്ട് രാവിലെ റിച്ചാർഡ് വിളിക്കും. അപ്പോൾ റിച്ചാർഡ് വിളിക്കാൻ നേരത്ത് പിന്നെ ഞാൻ യൂട്യൂബ് വർക്ക് ചെയ്യണത് ഇട്ടിട്ട് അവനോട് സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ യൂട്യൂബ് വർക്ക് തുടർന്ന് ചെയ്യണത്. രാവിലെ എന്നിട്ട് കഴിഞ്ഞ് കാപ്പി ഇട്ട് ചോറും ചൂടാക്കി കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് വർക്കിലേക്കാണ് വരുന്നത്. പിന്നെ ഞാനൊരു 8 മണിയാകാതെ യൂട്യൂബ് വർക്ക് തീർന്നങ്ങോട്ട് ചെല്ലൂല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് റവയുടെ പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ റവയുടെ പുട്ട് ഉണ്ടാക്കാൻ സ്വപ്നമെന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ റവയുടെ പുട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അതുകൊണ്ട് ചെയ്തിട്ടുമില്ല. പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ റവയുടെ പുട്ട് മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനായിട്ട് ഒരിക്കലും ഇന്ന് ഫസ്റ്റ് ടൈമാണ് റവയുടെ പുട്ട് ഞാൻ ഉണ്ടാക്കണേ. ഏതായാലും റവ 1 കിലോ മേടിച്ച് വെച്ചേക്കണല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പോൾ 1 കപ്പ് റവക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വറുത്തെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മടിയുള്ള കാര്യമാണ്. ഇപ്പോൾ റോസ്റ്റഡ് റവ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. റോസ്റ്റഡ് റവയാണെങ്കിൽ ഒന്ന് വറുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലാ റെസിപ്പികളിലും. എങ്കിലും എനിക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ നനച്ച് വെച്ച്, കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് റവ പുട്ടായി വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് ഹാർഡാകുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പപ്പൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് പപ്പയ്ക്ക് ഇങ്ങനെ ഫുഡ് എടുത്ത് വെച്ചിട്ട് ഈ പണിക്കാരെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ല, അപ്പോൾ കഴിക്കാതിരിക്കുക. ഞാൻ പറയും ഇത് വേഗം കഴിച്ചോ, ഇനി കഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡാകുമെന്ന് പറഞ്ഞുകൊണ്ട് പപ്പ വേഗം വന്നിട്ട് കഴിച്ചിട്ടാ. അപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല, കൂടുതൽ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ പപ്പയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ തലേദിവസം രാത്രി കടല ഒലത്തിയിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. കടല ഒലത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ 1/2 കിലോ കടല കുതിർത്തത് കാലത്ത് തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് വൈകുന്നേരമാണ് ഇത്തിരി കടല എടുത്തിട്ട് ഒലത്തിയത്. ബാക്കി കടല അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച്. വെന്ത കടലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പണിക്കാർ എന്തായാലും ഉറപ്പായിട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വേഗം കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ച് തേങ്ങയൊക്കെ ചിരണ്ടി സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ശർക്കര പാനീയമുണ്ട്. അപ്പോൾ വേഗം തേങ്ങ എടുത്ത് ആ ഒരു ഉള്ളിൽ വെക്കേണ്ട ഫില്ലിംഗ് ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി പിന്നെ നമ്മൾ കൊഴുക്കട്ടയുടെ ആ ഒരു മാവും കൂടി ഒന്ന് കുഴച്ച് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണേ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊഴുക്കട്ടയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് ചൂടാറുമ്പോഴല്ലേ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ആണ്, എന്നുണ്ടെങ്കിൽ വായയും പൊള്ളും, അകത്ത് ഭയങ്കര ചൂടായിരിക്കുള്ളൂ, ഈ ശർക്കര അങ്ങോട്ട് ഭയങ്കര ഒരു ചൂടായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ഇവർക്കൊരു 10 മണിയോട് കൊടുക്കണമെങ്കിൽ നല്ല ഒന്ന് കൂളായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ ഇത് ആ ഒരു ഫില്ലിങ്ങിൻ്റെ അകത്തേക്ക് ഇത്തിരി ഏലക്കായും ചുക്കും ജീരകവും കൂടിയിട്ട് ഞാൻ പൊടിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂൺ വേണ്ട, അത് താഴെ ഉപ്പ് മതി, ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇത്തിരി നെയ്യും കൂടി ചേർത്തിട്ട് അതവിടെ കുഴച്ചിട്ട് മൂടി അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക്
അത് ഒന്ന് വെന്ത് മൂടി വെക്കുമ്പോൾ അത് വേകുമല്ല. എന്നിട്ടാണ് അത് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുള്ളൂ, എന്നിട്ട് കൈയും പൊള്ളും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനൊന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മൂടി അങ്ങോട്ട് വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ സാവധാനം ആകെപ്പാട് ഞാൻ 6 അതായത് 1.25 കപ്പേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഉണ്ടാക്കണ്ടെന്ന് തന്നെ വിചാരിച്ച്. എനിക്കൊട്ടും എനിക്ക് കഴിക്കാനായിട്ട് ഇത് ബുദ്ധിമുട്ടുള്ളൊരു സാധനം ഈ കൊഴുക്കട്ട. കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനങ്ങനെ കഴിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് പപ്പക്ക് 2 എണ്ണം, അവർക്ക് 2 പണിക്കാർക്കും 2 എണ്ണം വെച്ചിട്ട് 6 എണ്ണമാണ് ഞാൻ കണക്ക് കൂട്ടി ചെയ്തത്. എന്നാൽ 1 കപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ 4 കൊഴുക്കട്ട ഉണ്ടാക്കുക. അപ്പം നമുക്ക് 1.25 കപ്പ് 1.5 കപ്പോളം എടുത്ത് അപ്പോൾ 6 കൊഴുക്കട്ടൊക്കെ ഉള്ള ഇത് ഉണ്ടാവുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ശർക്കര അപ്പം ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. നെയ്യപ്പം പിന്നെ പെട്ടെന്ന് തീർന്നു, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു, അത് വേഗം തീർന്നങ്ങോട്ട്. അപ്പോൾ ഈ അപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഇനി ഇതും ബാക്കി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ തന്നെ ഇത് മൊത്തം കഴിച്ച് തീർക്കോട്ടെ. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ, വലിയ ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എങ്കിലും ഇതെല്ലാം കൂടി എങ്ങനെ കഴിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ 6 ഉണ്ടാക്കി. പിന്നെ നമ്മൾക്ക് വൈകുന്നേരം വരെയുള്ള ചോറ് തികയില്ല, പഴയ ചോറ്. അപ്പോൾ വളരെ കുറച്ച് അരി ഒന്ന് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കലത്തിലെ ചോറ് തീരുമ്പോൾ നമുക്ക് കുക്കറിൽ നിന്ന് ബാക്കി സമയം രാത്രി വരെയുള്ള ചോറ് കുക്കറിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൂടിയിട്ട് അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് 2-3 ദിവസമായി പറഞ്ഞത് പപ്പ ഓറഞ്ച് മേടിച്ചുകൊണ്ട് തന്നെയെന്ന്. അപ്പോൾ പപ്പ അത് മറന്ന് പോയത്. പഴം മേടിക്കാൻ പോയി കഴിഞ്ഞ ദിവസം പഴം മാത്രം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനാണ് പഴം മേടിച്ചത്, പക്ഷേ അത് കണ്ട പച്ചപ്പഴമാണ്. അവർ പറഞ്ഞത് 1 ദിവസം കൊണ്ട് പഴുക്കുമെന്ന്. 2-3 ദിവസമായിട്ടും പഴം പഴുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ആ പഴം. അപ്പോൾ അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പഴംപൊരി ഇന്ന് ഉണ്ടാക്കുള്ളായിരുന്നു. അപ്പോൾ പഴംപൊരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചത്. പഴം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ പഴം മേടിക്കാൻ പോയപ്പോഴും പപ്പ ഈ ഓറഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് നേരത്തെ എങ്ങാനും പറഞ്ഞാൽ അതുകൊണ്ട് ഓർത്തില്ല. പറയുമ്പോഴാണ് അത് അപ്പം തന്നെ മേടിച്ചിട്ട് തന്നെ അങ്ങനെ അന്ന് ഇപ്പം തന്നെ മേടിച്ചിട്ടുണ്ട് അതെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് മേടിച്ച് 1.5 കിലോ ഓറഞ്ച് ഏതാണ്ടുമാണ്. ഇപ്പോൾ ഓറഞ്ചിന് വില കൂടിയിട്ട് 150 രൂപയായി. ഇപ്പം അതിന് നേരത്തെ 100 രൂപയായിരുന്നു, ഇപ്പോൾ വില കൂടി. എങ്കിലും അത് ഏകദേശം അതിൻ്റെ ഇത് തീരാറായി തോന്നുന്നുണ്ട് സീസൺ. അതാണ് ഇത്തിരി കുറച്ച് ചിലതൊക്കെ കേടുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് തീർന്നതാണ്, ഇനിയിപ്പോൾ ഈ ഓറഞ്ച് വരുമെന്ന് തോന്നണില്ല എന്ന് പപ്പയെടുത്ത് പറയണമായിരുന്നു. പിന്നെ ഞാൻ വേഗം പെരക്കൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ് കേട്ടോ. കാരണം പണിക്കാരുടെ സമയം കഴിഞ്ഞ് പണിക്കാർ വന്നില്ല. അങ്ങനെ ദേ കൊഴുക്കട്ടയൊക്കെ എടുത്തിട്ട് പപ്പ തന്നെ ഞാനും വേറെ ഞാൻ എന്തായാലും കഴിച്ച്, കാരണം ഇതെല്ലാം കൂടി പപ്പ എങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തന്നെയൊക്കെ കഴിക്കണം. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം നിന്ന്, പിന്നെ പപ്പ ഒരു 2-3 എണ്ണം അന്നത്തെ ദിവസം കഴിച്ച്, ബാക്കി പിറ്റേ ദിവസത്തേക്ക് വരെ ഉണ്ടായിരുന്നു. പണിക്കാരും വന്നില്ല. ഈ പറഞ്ഞ പോലെ അവരെ വിളിച്ചിട്ടാണെങ്കിൽ ഒരു ഫോൺ എടുക്കണില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ഇത് ചൊവ്വാഴ്ചയും വന്നില്ല, ബുധനാഴ്ചയും വന്നില്ല കേട്ടോ, വ്യാഴാഴ്ചയും വന്നില്ല. വ്യാഴാഴ്ച വീഡിയോ കൂട്ടത്തിലില്ല, എങ്കിലും ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയും വന്നില്ല. അങ്ങനെ പണിക്കാർ 3 ദിവസം അടുപ്പിച്ച് വരാതെ നമ്മുടെ പണി അവിടെ അങ്ങോട്ട് കിടക്കണേന്. അപ്പോൾ ഞാനിത്തിരി പച്ചക്കായും ചേനയൊക്കെ കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചേക്കണേന്. ഏതായാലും ഇന്നൊരു കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ, അതിനാണ് ഞാൻ കടല വേവിച്ചത് ശരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം കലിപ്പായിരുന്നു, പണിക്കാർ വരില്ല എന്ന് പറഞ്ഞാൽ കലിപ്പിന് അതൊന്നും വെക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ കടല മൊത്തത്തിലെടുത്ത് അകത്തേക്ക് വെച്ചത്. രാത്രി ആയപ്പോൾ ഒന്ന് ഒലത്തിയിട്ട് എടുത്ത്, അത്രയേ ഉള്ളൂ. അപ്പോൾ കടലയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം പച്ചക്കായ ഒന്ന് കുക്കറിൽ ഇത്തിരി മുളകും പച്ചമുളകും പിന്നെ എന്താണ് വേപ്പിലയും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കണേന് കേട്ടോ. പിന്നെ ആ ഒരു ചേന കട്ട് ചെയ്ത് ഒന്നിച്ചാണ് ഞാൻ ഇട്ടത്, പച്ചക്കായ ഒന്നിച്ച് ചേനയും കൂടി വേവിക്കാതെ. പക്ഷേ ചേനനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പെട്ടെന്ന് ആവി കൊണ്ട് വേകണ ചേനയാണ്, അതിട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകുമല്ല എന്ന് വിചാരിച്ചാൽ ചേന പീസെല്ലാം മാറ്റിയിട്ടാണ് പച്ചക്കായ മാത്രം ഇട്ടേക്കണത്. പിന്നെ അതേ ഇത്തിരി വെളുത്തുള്ളിയും തേങ്ങയും വേപ്പിലയും കൂടി വറുത്തിട്ട് അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ചെറിയ ജീരകം കൂടി ചേർക്കണം. ചെറിയ ജീരകം കൂടെ മറന്നുപോയി, അത് പിന്നീട് ഞാൻ ചേർത്ത്. അപ്പോൾ കൂട്ടുകറിയൊക്കെ എങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് തേങ്ങ വറുത്തിട്ട് അതിനെ മിക്സിയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് വറുത്തിട്ടുള്ള കടുകും ഒക്കെ പൊട്ടിച്ച് ഇതിനകത്ത് ചെറിയുള്ളി ഇടുക, അതൊന്നും എനിക്കറിയാൻ പാടില്ല, എങ്കിലും ഞാൻ ചെറിയുള്ളി ഇട്ട് തന്നെ താളിച്ചവിടെ വെച്ചിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ കറി കൂട്ടുകറിയും പിന്നെ ഒരു മോര് കാച്ചിയത് വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ പുറത്തേക്ക് എടുത്താൽ ശരിയായിരുന്നു. അത് പപ്പടമില്ലാതെ സാമ്പാർ കഴിക്കാനായിട്ട് ഇവിടെ അത്ര വലിയ ഇഷ്ടവുമില്ല. അങ്ങനെ ഞാനിതൊന്ന് വറുത്ത് ഒക്കെ എടുത്ത്, അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോയത്, അവർ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ പോരായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ കൊഴുക്കട്ടയൊക്കെ തണുത്ത് വരാൻ താമസിക്കും, അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാണെന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ അവർ അടുത്ത ദിവസം വന്നു കഴിഞ്ഞിട്ട് മാത്രമേ സ്നാക്സ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, അവരെ കണ്ടിട്ട് മാത്രമേ ഇനി സ്നാക്സ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പഴംപൊരിയൊക്കെ ആണെങ്കിൽ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ടൈം എടുക്കും, അതുകൊണ്ട് നേരത്തെ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ അതേ പച്ചക്കായൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ വെള്ളം വറ്റിയിട്ടുണ്ടാകുന്നില്ല. ഞാൻ ഓർത്ത് വെള്ളമൊക്കെ ഇരുന്ന് വറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ വെള്ളം വറ്റിയിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേനയും വെന്ത കടലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വിസിലടിപ്പിച്ചെടുത്തിട്ട്, അപ്പോൾ ഈ ഒരു കുക്കറിനെയാണ് ഞാൻ പറയുന്നത്, ഇൻഡസ് വാലിയുടെ കുക്കറാണ്. ഭയങ്കര പെട്ടെന്ന് വേകുന്നൊരു കുക്കർ, നമ്മൾ വിചാരിക്കൂല അത്രയും പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോകും. അങ്ങനെ പല കുക്കറുകൾക്കും പല രീതിയിലാണ് അതിൻ്റെ ചൂട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇൻഡസ് വാലിയുടെ തന്നെ 5 ലിറ്ററിൻ്റെ ഇന്നലെ കാണിച്ച കുക്കർ, അയ്യോ അതിനകത്ത് എത്ര വിസിലടിച്ചാലും സംഗതി വേഗൂല. ഇതാണെങ്കിൽ വിസിലടിക്കണ്ട, വെറുതെ ഒന്ന് ആവി കയറിയാൽ മതി, വെന്താലിഞ്ഞിപ്പോൾ. അപ്പോൾ ഈ കുക്കറുകളുടെ കുട്ടൻസ് എന്താണെന്ന് എനിക്കിതുവരെ പിടുത്തം കിട്ടിയില്ല. എൻ്റെ പ്രഷർ എങ്ങനെയാണ് ഇത് കൂടുതൽ നിൽക്കുന്നത് കുറഞ്ഞ് നിൽക്കുന്നതെന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഈ പെട്ടെന്ന് വേകുന്ന കുക്കറിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വേഗം ചെയ്ത് ഒട്ടും തന്നെ വെള്ളം വറ്റിയിട്ടില്ല. അങ്ങനത്തെ ഇതെല്ലാം ഒന്നിച്ചിട്ട് പിന്നെ വേവിച്ചിട്ടും വെള്ളം വറ്റിയിട്ടില്ല, വെള്ളം അങ്ങനെ തന്നെ ഇരിക്കണേണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും, പക്ഷെ എന്തോ വെള്ളം അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ കുക്കർ തുറക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കും കേട്ടോ. പെട്ടെന്നൊന്നും ഈ കുക്കർ തുറന്ന് അതിൻ്റെ പ്രഷർ പോയി വരില്ല, പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റൂല നമുക്ക്. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഇതായി വന്നത്, തുറക്കാൻ പറ്റിയത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ സെറ്റാക്കണം, ടൈം വേണം ഈ കുക്കറൊന്ന് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള കുക്കറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും, ഇത് ഒരുപാട് ടൈം ആയാലേ ഇതിൻ്റെ പ്രഷർ പോകുള്ളൂ പുറത്തേക്ക്. അങ്ങനെ നമ്മൾ വറുത്തതും തേങ്ങ വറുത്ത് ഒന്ന് പൊടിച്ചെടുത്തതും ഒക്കെ ഇട്ടപ്പോൾ ചെറിയ ജീരകം കൂടി എടുത്തിട്ടിട്ട് അതിനകത്തേക്ക് ആ സമയത്ത്, എന്നിട്ടും അത് ലൂസായിട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് കട്ട പോലെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനില്ലേ ഒരു 2 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻ അനിയത്തിയുടെ മോള് തുടങ്ങിയേക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ, വരാപ്പുഴയിലാണ് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അവിടെ ഷോപ്പുണ്ട്, അവിടെ ചെല്ലാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനിപ്പോൾ ഉടനെ ഒന്നും എനിക്ക് അങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റിയൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ അവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ കൂടുതലും അവിടെ മെറ്റീരിയലാണ് വരണത്. പിന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറയണേ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ ടോപ്പുകൾ ഇതുപോലെ വളരെ കുറച്ചേ ഉള്ളൂ ടോപ്പ്, കൂടുതലും മെറ്റീരിയലുകളാണ്. അപ്പം ഞാൻ ഈ ഞാൻ തുണിയെടുത്ത് തയ്പ്പിക്കാറില്ല അങ്ങനെ, അതുകൊണ്ട് തന്നെയും ഞാൻ റെഡിമെയ്ഡ് 2 ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലോത്തും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ട്, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ക്ലോത്തുമാണ്, നല്ല ഒരു പ്രിൻറ്റും നല്ലൊരു മാച്ചിങ്, നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ അടുത്തത് അവർ റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് വിട്ടു തന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിന് 699 ആണ് ഈ ടോപ്പിൻ്റെ വില. നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഇതുപോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും ക്വാളിറ്റി കുറവായിരിക്കുള്ളൂ, വിലയും കുറവായിരിക്കുള്ളൂ. ഇത് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള തുണി, ഇത് നല്ല കോട്ടനാണ് കേട്ടോ. നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ചേക്കുന്ന ഒരു ചുരിദാർ സെറ്റാണ്, ബോട്ടം ടോപ്പും കൂടിയിട്ട്. ഇത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കണ്ടത്, ശരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇടുമ്പോഴത്തേക്ക് ഷേപ്പ് ചെയ്യണം, ഇത്തിരി വലുതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വീനക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കൂടെ ഇതേ ബോട്ടവും തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ വില 1100 ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് തയ്ച്ചുകൊണ്ട് തന്നെയും നമുക്ക് നല്ല കുറേ നാൾ ഉപയോഗിക്കാം, അതുകൊണ്ട് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് നാൾ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ കയ്യിലൊന്നും ലൈനിങ് ഇട്ട ഒറ്റ ഡ്രസ്സ് പോലും ഇല്ല, എല്ലാം ലൈനിങ് ഇടാത്ത ഡ്രസ്സുകളാണ്. കാരണം ലൈനിങ് ഇടാത്ത ഡ്രസ്സിനൊക്കെ വില കുറവാണ്, അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കാറുണ്ട്. നമുക്ക് സ്ഥിരം ഇങ്ങനെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ലൈനിങ് ഇല്ലാത്തത്, ഇത് പുറത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നീട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നോഹ ബുട്ടിക് എന്നാണ് ഇവരുടെ കടയുടെ പേര് കേട്ടോ. ഇത് എന്താണ് വരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിലായിട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സംഗതികളൊക്കെ കാണാൻ പറ്റും കേട്ടോ.
അങ്ങനെ അത് 2 മേടിച്ച് പിന്നെ ഇനി അത് ഓൾട്ടർ ചെയ്തൊക്കെ എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ദേ റൂബി കുഞ്ഞിന് ഭക്ഷണം എടുത്ത് അവിടെ നിലത്ത് വന്നിരിക്കണേണ് കേട്ടോ. ഞാൻ ചൂടായതുകൊണ്ട് അവിടെ താഴെ വന്ന് വായിക്കിട്ടിട്ടൊക്കെ കിടക്കും. അപ്പം അങ്ങനെ റൂബി കുഞ്ഞ് അവിടെ മാറിയിരിക്കണേണ് കേട്ടോ. അറിയാമല്ല, ഫുഡ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ബോംബാണെന്നാണ് അവിടെ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ച് അതുപോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ റയനെ ദേഷ്യപ്പെട്ടിട്ട് റയൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റൂബി 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പ്രാവശ്യം വിളിക്കുമ്പോൾ പേടിച്ചു വന്നിട്ട് കഴിക്കോട്ടാ. പക്ഷേ ഇപ്പോൾ അവൾ പേടിച്ചിട്ട് എൻ്റെ സൈഡിൽ കൂടി പോകുന്നതാണ് കേട്ടോ. കാരണം അപ്പുറത്തുകൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിടിക്കും. അതുകൊണ്ട് സൈഡിൽ കൂടി വന്നിട്ട് അവിടെ മാറിയിരിക്കുന്നതാണ്, വിളി സഹിക്കാൻ പറ്റാതെ കഴിഞ്ഞപ്പോഴത്തേക്കും. എന്നിട്ടും അവൾ കഴിച്ചില്ല. കുറേ അധികം നേരം അവൻ്റെ വഴക്കും കേട്ട് അവിടെ കുത്തിയിരുന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചേട്ടൻ എന്നെ വഴക്ക് പറയണം മമ്മി എന്നുള്ള രീതിയിൽ എന്ത് തന്നെ പറഞ്ഞിട്ടും അവൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ അങ്ങനെയാണ്, അവൾക്ക് തോന്നിയില്ലെങ്കിൽ അവൾ കഴിക്കുകയില്ല കേട്ടോ. അങ്ങനെ അവിടെ മാറി കുറേ നേരം ഇരുന്ന് ഞാനും മടുത്തു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേരിൽ നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്